ഞാനിവിടെ വന്നത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം ഇന്ത്യൻ ആർമിയിൽ നിന്ന് 26 വർഷം സർവീസ് ചെയ്ത് സാമാന്യം നല്ല കേന്ദ്ര ഗവൺമെൻറ് പെൻഷൻ വാങ്ങുന്ന ഒരാളാണ്. എന്നെ ഒരിക്കലും ഇത് ബാധിക്കില്ല, എന്നെപ്പോലെ ഉള്ളവരെയും. പക്ഷേ നിങ്ങളൊക്കെ പക്ഷേ ഇന്ന് ശമ്പളം വാങ്ങുന്നവർ നാളെ പെൻഷനായാൽ നിങ്ങൾക്ക് പച്ചക്കറി വാങ്ങാൻ തികയാത്ത പെൻഷനാണ് ഈ കേരള സർക്കാർ തരുന്നത്. അതായത് 7 വർഷവും 1 മാസവും കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ സർവീസ് ചെയ്ത് എനിക്ക് കിട്ടുന്നത് SBI ആണ് ഞാൻ ഏൽപ്പിച്ചത് 1351 രൂപയാണ്. അപ്പോൾ വരും കാലത്ത് ഇതേപോലെ ഒരു പെൻഷൻ നിങ്ങൾ മറ്റു വരുമാനം ഇല്ലാത്തവരാണെങ്കിൽ പാലോ മുട്ടയോ മാംസ്യങ്ങളോ പോകട്ടെ, അരിയും പച്ചക്കറിയും വാങ്ങാൻ നിങ്ങൾക്ക് വരും കാലങ്ങളിൽ മറ്റു വരുമാനം കണ്ടെത്തേണ്ടി വരും. ഇതാണ് ഒരു പശ്ചാത്തലം എനിക്ക് എല്ലാവരെയും അറിയിക്കണം. രണ്ടാമത്, സാമ്പത്തികമായി ലാഭമുണ്ടാക്കാൻ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ NPS നടപ്പാക്കുന്നത്. നമ്മളീ പറയുന്ന NGO യൂണിയനും, അതായത് NGO യൂണിയനിൽ രാജിക്കത്തെഴുതി പാലക്കാട് ജില്ലയിലിരിക്കുന്ന നേതാക്കന്മാരുടെ മുഖത്ത് എറിഞ്ഞു കൊടുത്ത വ്യക്തിയാണ് ഞാൻ. ചുമ്മാരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് നിങ്ങൾക്ക് സംശയമുണ്ട് കേരള PSC ഓഫീസിൽ പോയി ചോദിക്കുക, അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് നേതാക്കന്മാർ. ഇനി എങ്ങനെയാണ് ഈ NPS സംഭവിച്ചതെന്ന് ഞാൻ പറയാം. ഇന്ന് ഇവിടുത്തെ NGO യൂണിയൻ, NGO അസോസിയേഷൻ അല്ലെങ്കിൽ എംപ്ലോയീസ് സംഘം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടികളായിട്ട് ഇരിക്കുന്ന സംഘടനകളായിക്കൊള്ളത് ഇവർ ഇന്ന് നമ്മളെ ഈ NPS ജീവനക്കാരെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ മാഡം പറഞ്ഞിരുന്നു കുറച്ച് മുമ്പേ നമ്മുടെ സഹോദരി, എന്താണ് അതിൻ്റെ കാരണം? അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ്. അവർ മെല്ലെ കുറച്ച് സമരം നടത്തിയ ഒരു നാടകം സഹോദരൻ മുമ്പേ പറഞ്ഞു, അതേപോലെ അവർ പിൻവാങ്ങുകയാണ് ചെയ്തത്. അവർ ആത്മാർത്ഥമായിട്ട് സമരവേദിയിൽ നിൽക്കണമെങ്കിൽ നിന്നിരുന്നെങ്കിൽ ഇന്ന് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഗവൺമെൻറ് നടപ്പാക്കാൻ പറ്റില്ല. അതിനുശേഷം ഇനി ഈ സർവീസ് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്ന ആൾക്കാരെല്ലാം വിരമിച്ച ശേഷം ഈ സംഘടനയുടെ തലപ്പത്തിൽ എന്തെങ്കിലും NPS ജീവനക്കാർ വരുന്ന കാലത്ത് ഈ സർക്കാർ മുട്ടുമടക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ എൻ്റെ വാചകം. അതുവരെ അവർ പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ NGO യൂണിയൻ്റെയും NGO അസോസിയേഷൻ്റെയും എംപ്ലോയീസ് സംഘത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന ജീവനക്കാർ NPS ആവുന്ന കാലത്ത് എല്ലാ ജീവനക്കാരും ഒത്തൊരുമിച്ച് ഇപ്പോൾ നമ്മുടെ സമരം മുടക്കാൻ അവർക്ക് കഴിയും. പൂർണ്ണമായിട്ട് വിജയിക്കണമെന്നില്ല NPS ജീവനക്കാർ നടത്തുന്ന സമരം. കാരണം ഇവരുടെ സഹകരണം കിട്ടത്തില്ലെന്ന കാര്യം ഉറപ്പാണ്. ഇനി സർവീസിലോ നിങ്ങളുടെ ഇന്ന് മാസാമാസം വാങ്ങുന്ന ശമ്പളത്തിൽ നിന്ന് പങ്കുപറ്റി പണ്ടൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ്, ഞാൻ ഇന്ത്യൻ ആർമിയിലായിരുന്നെങ്കിൽ ശരി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈനംദിനം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ നിലനിൽപ്പ് LDF ആയാലും UDF ആയാലും അല്ലെങ്കിൽ NDA ആയാലും സർവീസ് സംഘടനകളുടെ ശമ്പളത്തിൻ്റെ പങ്കായിരുന്നു. ഇന്ന് അവരൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാരായി കഴിഞ്ഞു. ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഈ പിരിക്കുന്ന പൈസ മുഴുവൻ ഇവർ വീതം വെച്ചെടുക്കുകയാണ് ഓരോ ജില്ലയിൽ ഇരിക്കുന്ന സർവീസ് സംഘടനാ നേതാക്കൾ. ഓരോ സർവീസ് സംഘടനയും നിങ്ങളെ കെയർ ചെയ്യാനല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഇടത് വലത് അല്ലെങ്കിൽ എംപ്ലോയീസ് സംഘം ഈ സംഘടനകളുടെ ചങ്ങലയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണം. നിങ്ങൾ സ്വന്തമായി ഇതുപോലുള്ള സംഘടനകൾ രൂപീകരിച്ച് നിങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്കായാലും നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങൾക്കായാലും നിങ്ങൾ സ്വതന്ത്രമാവുന്ന കാലത്ത് മാത്രമേ നമ്മൾക്ക് പ്രത്യേകിച്ച് NPSകാർക്ക് നീതി ലഭിക്കൂ. ഇനിയുള്ള കാലത്ത് നിങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി ഈ ചങ്ങലകൾ പൊട്ടിച്ച് പുറത്തു നിന്ന് ശക്തമായി സംഘടിച്ച് ഈ NPS പിൻവലിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ സർവീസ് സംഘടനകളുടെ തലപ്പത്ത് NPSകാർ വരുന്ന ദിവസം എല്ലാ ജീവനക്കാരും പണിമുടക്കുന്ന ആ ഒറ്റ ദിവസത്തിൽ ഈ ഗവൺമെൻറ് വിട്ടുമടക്കും. അതുവരെ നമ്മുടെ കൂടെ നിന്ന് വഞ്ചിച്ച് നമ്മുടെ ഇത് പിരിവ് വാങ്ങിക്കുന്ന ഈ സർവീസ് സംഘടനകളുടെ വഞ്ചനാപരമായ നിലപാടുകളിടത്തോളം കാലം അവരെ പുറകിൽ കൂടെ സർക്കാർ കയ്യിലെടുക്കും, മുമ്പിൽ കൂടെ പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കും, പത്രപ്രസ്താവനയും മറ്റു പ്രസ്താവനകളും.